കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിൽ ഭാസുരാംഗന് ജാമ്യം. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ഇ ഡി കേസിൽ ജാമ്യം നൽകിയത്. ബില്ലുണ്ട്. ബില്ലിൽ എത്ര ദിവസത്തേക്കാണ് ജാമ്യം? അടിയന്തര സാഹചര്യത്തിലാണല്ലോ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. പ്രതീഷ്, മെഡിക്കൽ ഗ്രൗണ്ടിലാണ് അടിയന്തര ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ജാമ്യം അനുവദിക്കണമെന്നതായിരുന്നു എൻ ഭാസുരാംഗന്റെ ആവശ്യം. ആ ആവശ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. അതായത് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ജാമ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇടക്കാല ജാമ്യമായിരിക്കും. ഇനി അത് സ്ഥിരം ജാമ്യമായി മാറുമോ എന്നത് പിന്നീട് മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും അടിയന്തരമായി ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് മുൻ CPI നേതാവ് കൂടിയായ എൻ ഭാസുരാംഗന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ കണ്ടല ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഭാസുരാംഗന്റെയും മകന്റെയും അടക്കമുള്ള ജാമ്യ ഹർജികൾ ഹൈക്കോടതി നിരാകരിച്ചിരുന്നു. മാസങ്ങളായി ഇവർ എറണാകുളത്തെ കാക്കനാട് ജില്ലാ ജയിലിലാണ് കഴിയുന്നത്.